വെൽക്കം ടു ദ നെക്സ്റ്റ് വീഡിയോ ഓഫ് ബ്രൈറ്റ് ടു സക്സസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ +2 അക്കൗണ്ടൻസിയിലെ നമ്മൾ ഈ കഴിഞ്ഞ പബ്ലിക് എക്സാമിൻ്റെ ആൻസർക്കാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഹാങ് ഓവർ കഴിഞ്ഞ് എല്ലാം മറന്നിരിക്കുവാണ് അറിയാം. പക്ഷേ കുറച്ച് പേർക്കെങ്കിലും ഇതൊക്കെയാണ് ആൻസർ എഴുതി, ഇതൊക്കെയാണ് സംഭവങ്ങൾ എന്നൊക്കെ കാണുമ്പോഴത്തേക്കും ഒരു ആശ്വാസം കിട്ടും. അതുപോലെ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും നമ്മളിതൊക്കെ തന്നെയാണോ എഴുതിയത് എന്നൊക്കെയുള്ളത് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ആൻസർ കീ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എ ലയബിലിറ്റി നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ഈസ് ഡിസ്കവേർഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. ദിസ് ലയബിലിറ്റി വിൽ ബി. ഈ ലയബിലിറ്റി എങ്ങോട്ടാണ് ഡെബിറ്റ് ചെയ്യുന്നത്? ഡെബിറ്റഡ് ടു റീവാല്യൂഷൻ അക്കൗണ്ട്. റീവാല്യൂഷൻ അക്കൗണ്ടിലേക്ക് അല്ലേ നമ്മൾ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഇല്ല, പിന്നീട് നമ്മൾ കണ്ടുപിടിക്കുന്ന സാധനം നമ്മൾ എന്താണ് ചെയ്യുന്നത്? ലയബിലിറ്റിയാണ്. അപ്പം നമ്മൾ കുറയുവാണല്ലേ, അപ്പം നമ്മൾ അതിനെ എന്ത് ചെയ്യും? ഡെബിറ്റാണ് ചെയ്യുന്നത്. റിവാല്യൂഷൻ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യും. പിന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ട്രൂ അബൌട്ട് ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ? പാർട്ട്നേഴ്സ് ലോൺ ഇൻട്രസ്റ്റ് എന്താണ്? ഇറ്റ് ഈസ് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് ഇത് ഡെബിറ്റ് ചെയ്യുന്നത്. Then third question, if the value of the goodwill of a firm under capitalization of super profit at 8%, normal rate of return is 1,50,000, the amount of super profit in this case will be what? അപ്പോൾ നമ്മളോട് സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നിങ്ങൾ നോർമൽ പ്രോഫിറ്റും അതുപോലെ ആവറേജ് റേറ്റും ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് സൂപ്പർ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് വരുന്നത് എത്രയാണ്? 12,000 രൂപയാണ് സൂപ്പർ പ്രോഫിറ്റ് വരുന്നത്. Then next വരുന്ന question, when the partner retires, any loss on revaluation of asset and liabilities is. ഒരു പാർട്ട്ണർ റിട്ടയർ ആകുമ്പോഴത്തേക്ക് ലോസ് ലയബിലിറ്റി, അസറ്റ് ലയബിലിറ്റിയിൽ വരുന്ന ലോസ് എന്താണ് ചെയ്യുന്നത്? ഡെബിറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് ഓൾ പാർട്ട്നേഴ്സ്. എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിൻ്റെ മീൻസ് റിട്ടയർ ആയ പാർട്ട്ണറിൻ്റെ ഉൾപ്പെടെ എല്ലാവരുടെയും നമ്മൾ ഡെബിറ്റ് ചെയ്യും. Then next, in the events of dissolution of a firm, the amount realized from the sale of asset in the firm is applied to. In the events of dissolution of the firm സമയത്ത് the amount realized from the sale of asset, ഈ അസറ്റ് സെയിൽ ചെയ്ത് കിട്ടുന്ന പൈസ എന്താണ് ചെയ്യുന്നത്? ആദ്യം അതെന്ത് ചെയ്യും? സെറ്റിൽ എക്സ്റ്റേണൽ ലയബിലിറ്റീസ് സെറ്റിൽ ചെയ്യും. പിന്നെ വരുന്നത് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ആഫ്റ്റർ കൺസിഡറിങ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. The amount realized from the sale of asset on dissolution of a firm is divided among the partners in the profit sharing ratio. Then next, the profit or loss on realization is shared among the partners in the profit sharing ratio. ഇതിൽ എന്താണ് പറഞ്ഞേക്കുക? സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറയുന്നത് ഫോൾസും സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറയുന്നത് ട്രൂ ആണ്. ഓക്കെ, നമുക്ക് ഈ നോർമലി ഇത്രയും ഇയറിനിടയ്ക്ക് ഇതേവരെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. സോ നോർമലി CBSE-കാർക്കാണ് ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. മീൻസ് അവർക്കൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അതുപോലത്തെ ഏകദേശം ഒരു സെയിം വരുത്താനായിട്ട് ഇവർ ചെയ്തതാണ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ മേ ബി അനുസരിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ വാല്യുവേഷൻ നടക്കുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് 7th ക്വസ്റ്റ്യൻ ആണ്. Shyam Sanal are equal partners with the capitals of 15,000 and 40,000 respectively. On April 2023, calculate the interest on capital admissible to Shyam and Sanal. അപ്പോൾ നമ്മളോട് ഇതിവിടെ ഒന്നും പറഞ്ഞിട്ടില്ല, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം. ഷ്യാമിൻ്റെ എത്രയാണ് പറഞ്ഞിട്ടുണ്ട്? 50,000 ക്യാപിറ്റൽ കൊണ്ടുവന്നത്. അതുപോലെ സനലിൻ്റെ 40,000 കൊണ്ടുവന്നത്. അപ്പം 10% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് വേറെ ഒന്നുമില്ല, കാരണം ഇടയ്ക്ക് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്ന കാര്യമൊന്നും പറയാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 50,000 ഇൻറ്റു 10%, 10/100. അപ്പം നമുക്ക് എത്ര കിട്ടും? 5,000. ദെൻ സനലിൻ്റെ കേസിലും അതുപോലെ തന്നെയാണ്, 40,000 ഇൻറ്റു 10/100, 4,000. ഓക്കെ, ഇങ്ങനെ പോകും. ദെൻ നെക്സ്റ്റ് വരുന്നത് സ്റ്റേറ്റ് ഇൻ 2 ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഫിക്സഡ് ആൻഡ് ക്യാപിറ്റൽ ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും തമ്മിൽ ഡിഫറൻസ് ആണ്. അത് നമുക്കറിയാം. ഫിക്സഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും, ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും. ദെൻ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യത്തുള്ളൂ. പിന്നീട് എഴുതാം, ക്യാപിറ്റൽ ഫ്ലക്ച്വേറ്റിംഗിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യും, ഇവിടെ ഫിക്സഡിലാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഫിക്സഡ് തന്നെ ആയിരിക്കും. ഓക്കെ, അങ്ങനെയൊക്കെ നമുക്ക് 2 പോയിന്റ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 പോയിന്റ്സ് മതി. That L and M are partners sharing profits in the ratio 5:3. They admit N as a new partner for 1/6 share which he acquired equally from L and M. Calculate the new profit sharing ratio. L-ഉം പാർട്ട്നേഴ്സ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ആരും കയറി വന്നു, എന്നും കൂടെ കയറി വന്നു. അപ്പം എന്ത് ചെയ്യണം? L-ഉം M-ഉം കൂടി കുറച്ച് ഷെയർ, അവരുടെ പ്രോഫിറ്റ് ഷെയർ N-നും കൂടിയിട്ട് കൊടുക്കണം അല്ലേ. അപ്പം
എത്രയാണ് ഈ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം, ബാക്കി എല്ലാവരും കൊടുത്തു കഴിഞ്ഞ ശേഷം ഇനി അവർ ആ ഒരു ഓർഗനൈസേഷൻ റൺ ചെയ്തുകൊണ്ട് പോകുമ്പോൾ എത്രയാണ് ഇവരുടെ മൂന്നുപേരുടെയും കൂടി ന്യൂ ഷെയർ, പ്രോഫിറ്റ് ഷെയർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നോർമൽ നമുക്കറിയാം, ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്. സാക്രിഫൈസിങ് റേഷ്യോ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് 1/10. ഓക്കെ, 1/10 ആണ് ആര് കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ട് 1/10 ഷെയറിലാണ് ആ പുതിയ പാർട്ട്ണർ അക്യൂർ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓൾഡ് റേഷ്യോ മൈനസ് സാക്രിഫൈസിങ് റേഷ്യോ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ന്യൂ റേഷ്യോ കിട്ടും. ദെൻ ആൻസർ വരുന്നത് എന്താണെന്ന് പറയുമ്പോൾ 23:13:4 ആണ് ആൻസർ വരുന്നത്. ഇതിപ്പോൾ നമുക്ക് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഇനി എന്തായാലും പഠിക്കാനായിട്ട് പോകുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ചെയ്ത് കാണിക്കാത്തത്. പിന്നെ നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും 10th ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് ഔട്ട് എനി 4 items ടു ബി ഷോൺ ഇൻ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദ റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. റിട്ടയർ ചെയ്ത് പോകുന്ന പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കുന്ന എന്തെങ്കിലും 5 ഐറ്റം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? ലോസ് ഓഫ് റെസൊല്യൂഷൻ, റീവാല്യൂഷനിൽ ലോസ് ആണ് ഉണ്ടാകുക. അത് നമുക്ക് നോർമലി റീവാല്യൂഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ലോസ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ നമ്മളത് എന്ത് ചെയ്യുന്നത്? ഡെബിറ്റ് സൈഡിൽ എഴുതും. പ്രോഫിറ്റ് ആണ് ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളത് ക്രെഡിറ്റ് സൈഡിൽ എഴുതും. അത് നമുക്ക് നോർമലി അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ലോസ് ഓൺ റിവാല്യൂഷൻ, ദി റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട്, ഷെയർ ഓൺ അക്യുമുലേഷൻ ലോസ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇതൊക്കെയാണ് നമ്മൾ എന്ത് എഴുതുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതുന്നത്. റിട്ടയറിംഗ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതുന്നത്. ദെൻ നെക്സ്റ്റ് 11th ക്വസ്റ്റ്യൻ ആണ്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം ആർ നോട്ട് സെയിം. ഓക്കെ, അപ്പോൾ നമ്മളോട് ഇതിൻ്റെ ഡിഫറൻസ്, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും ഡിസൊല്യൂഷൻ ഓഫ് ഫേമും സെയിം അല്ല. അതിൻ്റെ റീസൺ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ബിറ്റ്വീൻ എഴുതിയാൽ മതിയാവും, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, 4 points ഒക്കെ എഴുതുക. കാരണം എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്? 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ 4 points എഴുതുക. എന്നാൽ മാത്രമായിരിക്കും 2 മാർക്കും ഫുള്ള് കിട്ടാം. മറ്റേതാണെങ്കിൽ 1, 1.5 പോകത്തേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെ എഴുതാം? ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ പാർട്ട്ണർഷിപ്പിൻ്റെ ഒരു എഗ്രിമെൻറ്റ് മാത്രമേ അവസാനിക്കുന്നുള്ളൂ. പക്ഷേ നമ്മുടെ ഡിസൊല്യൂഷൻ ഓഫ് ഫേം ആണെന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ഫുൾ കാര്യങ്ങളും ഒരു ഫേം തന്നെ അടച്ചു പൂട്ടുകയാണ് ചെയ്യുന്നത്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യത്തില്ല? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യത്തില്ല. അവിടെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. ദെൻ നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 12th ക്വസ്റ്റ്യൻ. മണി എ പാർട്ട്ണർ ഇൻ എ ഫേം വിഡ്രോ ദ ഫോളോയിങ്. ഇത് നമുക്കറിയാം, പ്രോഡക്റ്റ് മെത്തേഡിൽ എന്ത് കണ്ടുപിടിക്കാനാണ്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്കറിയാം, 4 കോളംസ് വരയ്ക്കുക, ഡേറ്റ്, എമൗണ്ട്, പീരീഡ്, പ്രോഡക്റ്റ് 4 കോളംസ് വരയ്ക്കുക. ഡേറ്റിലെ കോളത്തിലെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള അതേ ഡേറ്റ് എഴുതുക, എമൗണ്ട് കോളത്തിലും അതുപോലെ എമൗണ്ട് എഴുതുക. പിന്നെ പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ? ഫസ്റ്റ് കൊണ്ടുവന്ന് മെയ് 1-ാം തീയതിയാണ്, നമ്മുടെ ഇയർ ക്ലോസ് ചെയ്യുന്ന മാർച്ച് 31-ആണ്. അപ്പം മെയ് 1, അപ്പം മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. അപ്പോൾ 11 months. അപ്പോൾ പീരീഡ് 11 months. അപ്പം ആ ഒരു എമൗണ്ട്, ആ 5000 × 11 ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു എമൗണ്ട് കിട്ടും. അതുപോലെ എല്ലാം ചെയ്തിട്ട് ആ പ്രോഡക്റ്റിൻ്റെ ടോട്ടൽ എടുത്തതിന് ശേഷം പ്രോഡക്റ്റിൻ്റെ ടോട്ടൽ ഇൻറ്റു നമ്മുടെ ഇവിടെ റേറ്റ് ഓഫ് റിട്ടേൺ തന്നിട്ടില്ലേ, അതേ ഇൻറ്റു 1/2 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആൻസർ കിട്ടുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് അജി ആൻഡ് സജിൻ ആൻഡ് ഡേവിഡ് ആ പാർട്ട്ണർ ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 2:1:1. ദ ക്യാപിറ്റൽസ് ആസ് ഓൺ April 1, 2023 വെയർ അജയുടെ ക്യാപിറ്റൽ എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 1 ലക്ഷമാണ്. സച്ചിൻ്റെതാണെന്നുണ്ടെങ്കിൽ 60,000, ഡ്രാവിഡ് 40,000. After the final accounts for the year 2023-24 have been prepared, it was discovered the interest on partners at 10% per annum. അപ്പോൾ നമ്മളോട് ഇവിടെ പറഞ്ഞേക്കുന്നത് എന്ത് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? പ്രോഫിറ്റ്, നമ്മളോട് ജേണൽ എൻട്രി എഴുതാനാണ് സംഭവം പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ജേണൽ എൻട്രി വരുന്നത് എങ്ങനെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു 20,000 ടു എത്രയാണ്? അജയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് 10,000, സച്ചിൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് 60,000, ഡേവിഡ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് 49,000. കാരണം 10%ലാണ് എന്ത് കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ 10% അവിടെ നിന്ന് 1 ലക്ഷത്തിൻ്റെ 10% പോകുമ്പോഴത്തേക്കും എത്രയാണ് വരുന്നത്? 10,000 ആണ്. ദെൻ നെക്സ്റ്റ് സച്ചിൻ്റെ 5,000, 50,000ത്തിൻ്റെ വരുമ്പോഴത്തേക്കും 5,000 അങ്ങനെയാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് 14th ക്വസ്റ്റ്യൻ ആണ്. അമൽ ആൻഡ് ബാലു ആ പാർട്ട്ണർ ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 3:1. രാജേഷ് ഈസ് അഡ്മിറ്റഡ് ഇൻ ടു ദ ഫേം ഫോർ 1/5 ഷെയർ. ഇപ്പോൾ ഈ ഒരു ഇതിൽ പറഞ്ഞേക്കുന്നതും എന്ത് പ്രിപ്പയർ ചെയ്യാൻ തന്നെയാണ്? നമ്മളോട് ജേണൽ എൻട്രി എഴുതാൻ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ജേണൽ എൻട്രി എഴുതുന്ന ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും കൂടുതൽ പേർക്ക് കുഴപ്പിച്ചിട്ടുണ്ടായിരിക്കുന്ന ക്വസ്റ്റ്യൻ. കാരണം ഇത്രയും ജേണൽ എൻട്രീസ് ഒന്നും നമുക്ക് നോർമലി +2 ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറില്ല. ഒരു ജേണൽ എൻട്രി എങ്ങാണ്ട് വന്നാലായി. ജേണൽ എൻട്രീസ് അങ്ങനെ വരാറില്ല. പക്ഷേ ഈ ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ടായിരുന്നത്.
ദെൻ നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളോട് എന്ത് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ ഈസിയാണ്. നമുക്ക് എന്ത് അസറ്റ്സ് കാര്യങ്ങളെല്ലാം ഈ സൈഡിൽ ഡെബിറ്റ് സൈഡിൽ എഴുതുക, ലയബിലിറ്റി എല്ലാം എടുത്ത് അപ്പർ സൈഡിൽ എഴുതുക, അസറ്റ് റിയലൈസ് ചെയ്ത എമൗണ്ട് എല്ലാം കൂടെ എടുത്ത് ക്രെഡിറ്റ് സൈഡിൽ എഴുതുക, ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്ത എമൗണ്ട് എല്ലാം കൂടെ എടുത്ത് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു. ഇത് ഇത്രയും സിമ്പിളാണ്. Then Mahesh, Riaz and Jacob are partners in a firm. Mahesh retires from the firm at അപ്പോൾ നമ്മൾ ലോൺ അക്കൗണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, കമ്പൽസറി ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ കമ്പൽസറി ആയിട്ട് പഠിക്കണം. ലോൺ അക്കൗണ്ട്, റിയലൈസേഷൻ അക്കൗണ്ട്, റീവാലുവേഷൻ അക്കൗണ്ട്, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ദെൻ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അങ്ങനെ ഈ ഒരുപാട് പ്രോബ്ലംസ് കമ്പൽസറി എന്തായാലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും എന്ന് ഉറപ്പുള്ള പ്രോബ്ലംസ് ആണ് ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ പഠിച്ചവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ജേണൽ എൻട്രീസിൻ്റെ കാര്യം ഇവിടെ, ജേണൽ എൻട്രീസ് നമ്മൾ ഒരിക്കലും കാണാണ്ട് പഠിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. നമ്മൾ അപ്പോൾ ആ ഒരു സെൻസിൽ എഴുതേണ്ടതാണ്. അപ്പം അതല്ലാണ്ട് ബാക്കി പ്രോബ്ലംസ് ഒക്കെ നമുക്ക് നോർമലി കാണാണ്ട് പഠിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നതാണ്. ഇതൊക്കെ ഈസി ആയിരുന്നു. ജേണൽ എൻട്രീസിൻ്റെ ഈ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് 4 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കുറച്ച് കുഴപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വരുന്നതെന്ന് പറയുമ്പോൾ 15ാമത്തെ ക്വസ്റ്റ്യൻ ഈ സെയിം ലെവലിൽ തന്നെയാണ്, ജേണൽ എൻട്രി എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് കാരണം ഒരുപാട് പേര് എഴുതിയിട്ടില്ല എന്ന് തോന്നുന്നു ജേണൽ എൻട്രീസ് എന്താണെന്നുള്ളത്. 15ാമത്തെ ക്വസ്റ്റ്യൻ ജേണൽ എൻട്രി ഞാൻ പറയാം. ഹന്നാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു പ്രിയാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഗുഡ് വിൽ അക്കൗണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓൾഡ് പാർട്ട്നേഴ്സിനാണ് ഗുഡ് വില്ല് ഷെയർ ചെയ്ത് കൊടുക്കുക, എക്സിസ്റ്റിംഗ് ഗുഡ് വില്ല് റിട്ടേൺ ഓഫ് ചെയ്ത് കൊടുക്കുന്നത്. ദെൻ നെക്സ്റ്റ് അടുത്ത വരുന്നത് ക്യാപിറ്റൽ ആൻഡ് പ്രീമിയം ഫോർ ഗുഡ് വിൽ ബ്രോട്ട് ഇൻ ബൈ രമ്യ കൊണ്ട്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു രമ്യാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു പ്രീമിയം ഫോർ ഗുഡ് വിൽ അക്കൗണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് 6th ക്വസ്റ്റ്യൻ ആണ്. 6th ക്വസ്റ്റ്യനിൽ നമ്മളോട് റിവാലുവേഷൻ അക്കൗണ്ട് നോർമലി ഉറപ്പായിട്ട് നമുക്ക് ഈ റിവാലുവേഷൻ അക്കൗണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നപ്പോഴത്തേക്കും കുറച്ച് കൺഫ്യൂഷൻ ആയി പോയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് അല്ല നമുക്ക് ഇവിടെ തന്നേക്കുന്നത്. നോർമലി ലയബിലിറ്റി അസറ്റ് എന്ന് ബാലൻസ് ഷീറ്റ് സെപ്പറേറ്റ് തന്നേക്കുമായിരുന്നു. ഇപ്പൊ ഇത് ബാലൻസ് ഷീറ്റ് അല്ലാത്തതുകൊണ്ട് കൺഫ്യൂഷൻ ആയതുകൊണ്ട്, പക്ഷെ നമുക്ക് ലോജിക്കലി കുറച്ച് കാര്യങ്ങൾ അറിയാല്ലേ. ഇപ്പൊ ഈ ക്യാപിറ്റൽ എവിടെ ആയിരിക്കും വരുന്നത്? ലയബിലിറ്റി സൈഡിലായിരിക്കും എഴുതിയിരിക്കുന്നത്. ഡെപ്റ്റേഴ്സ് അസറ്റ് സൈഡിലായിരിക്കും, സ്റ്റോക്ക് അസറ്റ് സൈഡിലാണ്, ഫർണിച്ചർ അസറ്റ് സൈഡിലാണ്. ഇതൊക്കെ നമുക്ക് നോർമലി അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെ നോർമലി കുറച്ച് ബേസിക്സ്, അക്കൗണ്ടൻസിന്റെ കുറച്ച് ബേസിക്സ് ഉണ്ടാർക്ക് മാത്രം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കുറെ പേര് ഇങ്ങനെ കണ്ടതിന് ശേഷം അറ്റൻഡ് ചെയ്യാണ്ട് പോയവരുണ്ട്. ഈ ഒരു അസറ്റ് ലയബിലിറ്റി സെപ്പറേറ്റ് തരാത്ത കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാണ്ട് പോയവരുണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് കാൽക്കുലേറ്റ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇത് വളരെ സിമ്പിൾ ആണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വിമൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. പിന്നെ വിമൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ, ഇത് നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാം? വിമൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഒക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് വളരെ സിമ്പിൾ ആണ്. ഈ പ്രോബ്ലംസ് ഒക്കെ വളരെ സിമ്പിൾ ആയിരുന്നു. ഇടയ്ക്ക് ഉണ്ടായിരുന്ന കുറച്ച് തിയറീസ് മാത്രമായിരുന്നു കുഴപ്പമില്ല. പിന്നെ റെക്കോർഡ് ജേണൽ എൻട്രീസ് പറഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ട് ജേണൽ എൻട്രീസ്. ഇപ്പൊ വിമൽ ക്യാപിറ്റൽ അക്കൗണ്ട് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു പോവാം. വിമൽസിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ എന്ത് വന്നു? ബാലൻസ് ബിബാഡി എന്ന് പറഞ്ഞിട്ട് 30,000 രൂപ ഉണ്ടായിരുന്നു. പിന്നെ ജനറൽ റിസർവ് 7,500, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 4 മാസത്തെ ഇൻട്രസ്റ്റ് ആണ് കൊടുക്കുന്നത് 800 രൂപ, ഗുഡ് വില്ല് 21,000 രൂപ, പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് 2,000. ഓക്കെ, 2,000. പിന്നെ വരുന്നത് ക്രെഡിറ്റ് ഡെബിറ്റ് സൈഡ് വന്നിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്യുമുലേഷൻ ലോസ് ആണ് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് 6,000. പിന്നെ വിമൽ എക്സിക്യൂട്ടേഴ്സ് ലോൺ അക്കൗണ്ട് 55,300. ഓക്കെ, ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് കുറച്ച് ജേണൽ എൻട്രീസ് ആണ്. പേയ്മെന്റ് ഓഫ് അൺറെക്കോർഡഡ് ലയബിലിറ്റീസ് ഓഫ് 3,200. അൺറെക്കോർഡഡ് ലയബിലിറ്റീസ് എങ്ങനെയാണ് പേ ചെയ്യുന്നത്? എങ്ങനെയാണ് നമുക്ക് അൺറെക്കോർഡ് ലയബിലിറ്റീസ് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് സ്റ്റോക്ക് വർത്ത് 7,500 ടേക്കൺ ഓഫ് ബൈ പാർട്ട്ണർ അനു എടുത്തുകൊണ്ട് പോയി എന്നാണ് പറഞ്ഞേക്കുന്നത് സ്റ്റോക്ക്. അപ്പൊ അനു എടുത്തുകൊണ്ട് പോയി എന്ന് പറയുമ്പോഴത്തേക്ക് അനുവിന്റെ ക്യാപിറ്റൽ കൂടുകയാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, കൂടുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും, കുറയുന്നത് എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ കൂടിയത് എന്താണ്? നമ്മുടെ അനുവിന്റെ ക്യാപിറ്റൽ കൂടിയല്ല. അപ്പം അനു ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു റിയലൈസേഷൻ അക്കൗണ്ട്. ദെൻ നെക്സ്റ്റ് അതുപോലെ തന്നെയാണ് ഫുൾ റിയലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു സാധനങ്ങൾ ബാക്കി ക്വസ്റ്റ്യൻസ്. ദെൻ നെക്സ്റ്റ് വരുന്നത് പറയുമ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുമ്പോഴത്തേക്കും PMT ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ. ദെൻ സെക്കൻഡ്
22 വന്നിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സിസ്റ്റം ജനറേറ്റഡ് ലെഡ്ജർ അക്കൗണ്ട് അണ്ടർ ജിനൂക്ക. ഏതാണ്? ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Then data will be saved in encrypted form to ensure its security. Name the security feature of CAS referred in the given statement. ഏതാണ്? Data wallet. ഇതിന്റെയൊക്കെ എക്സ്പ്ലനേഷൻ പഠിച്ചവർക്ക് ഇതൊക്കെ സുഖമായിട്ട് എഴുതാവുന്നേ ഉള്ളൂ. Then result of the function equal to round up. ഈ ഒരു ഫംഗ്ഷന്റെ റിസൾട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? 2400. റൗണ്ട് അപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ റൗണ്ട് ചെയ്ത് എഴുതാനാണ്. കുറച്ച് കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. റൗണ്ട് അപ്പ് പോലെ തന്നെ റിലേറ്റ് ചെയ്ത് വരുന്നത്. അപ്പൊ റൗണ്ട് അപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് 2349. അപ്പൊ ഇതിന് റൗണ്ട് അപ്പ് എഴുതാന്ന് പറഞ്ഞാൽ 2400. ദെൻ നെക്സ്റ്റ് കുറച്ച് 25ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 25ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ടെക്സ്റ്റ് ഫംഗ്ഷൻസ് അവൈലബിൾ ലിബർ ഓഫീസ് കാൽക്ക്. ഏതൊക്കെയായിരുന്നു? ടെക്സ്റ്റ്, കോൺകേറ്റനേറ്റ്, ഇതൊക്കെയാണ്. അതിന്റെ സിന്റാക്സും കൂടെ ഇട്ട് എഴുതിയാൽ ഫുൾ മാർക്ക് കിട്ടും അത്. Then next, briefly describe the steps to create charts in LibreOffice Calc. Charts prepare ചെയ്യാനുള്ള സ്റ്റെപ്സ് ആണ്. 5 സ്റ്റെപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഡേറ്റ എൻട്രി ചെയ്യുന്നു, then ഡേറ്റ സെലക്ട് ചെയ്യുന്നു, ചാർട്ട് സെലക്ട് ചെയ്യുന്നു, ഡേറ്റ റേഞ്ച്, ക്ലിക്ക് ഓൺ ഫിനിഷ്. Then next വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ചാർട്ട്സ് ആൻഡ് ഗ്രാഫ്സ് ഇൻ ബിസിനസ് ആപ്ലിക്കേഷൻ. അഡ്വാൻറ്റേജ് എന്താണ്? വിഷ്വലി അപ്പീലിംഗ് ആണ്, ഈസി ടു റീഡ് ഡേറ്റ, ദെൻ ടു നോ ദ ട്രെൻഡ് ഈസിലി, ഇതൊക്കെ എഴുതാം. ദെൻ നെക്സ്റ്റ് വരുന്നത് സ്പെസിഫൈ ദ അക്കൗണ്ട് ഗ്രൂപ്പ് അവൈലബിൾ സ്യൂട്ടബിൾ ഫോർ ദ ഫോളോയിങ് ലെഡ്ജർ അക്കൗണ്ട് ഇൻ ജിനൂക്ക. ഏതൊക്കെയാണ് ലെഡ്ജർ അക്കൗണ്ട്? പർച്ചേസ് വരുന്നത് നമുക്ക് നോർമൽ അറിയാം. പർച്ചേസ് എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഡിപ്രീസിയേഷൻ നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. നമ്മൾ +1 പഠിച്ചാണ്. +1 ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തൊക്കെയാണോ ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതിയത് അതൊക്കെ എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതിയതൊക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അങ്ങനെ ചിന്തിച്ചാൽ മതി. ഓക്കെ. അപ്പൊ ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? നമ്മൾ എവിടെയാണ് എഴുതിയത്? നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് എഴുതിയത്. അപ്പൊ നമ്മൾ അത് എന്താണ്? ഇൻകം ആണ് അല്ലെ? സോറി, ഇൻഡയറക്റ്റ് ഇൻകം ആണ്. ദെൻ നെക്സ്റ്റ് സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണ് എഴുതുന്നത്? ബാലൻസ് ഷീറ്റിലാണ് എഴുതുന്നത്. അപ്പം കറണ്ട് അസറ്റ്. ദെൻ നെക്സ്റ്റ് ചിലവർക്കെന്ന് പറയുമ്പോൾ ഇത് എന്താണ് എഴുതേണ്ടതെന്ന് മനസ്സിലാവേണ്ടത്. ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിലെ ഏറ്റവും വലിയ ഡീമെറിറ്റ് അതാണ്. എന്താണ് എഴുതേണ്ടത്? സംഭവം ആൻസർ ഇതാണെന്ന് അറിയാം, പക്ഷെ ഈ ക്വസ്റ്റ്യൻ ആണ് ഈ ആൻസർ എഴുതേണ്ടത് എന്ന് അറിഞ്ഞൂടാതെ പോകുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ വരുന്നത് 29ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പേറോള്. ഓക്കെ, പേറോളിന്റെ ഒരു ടൈപ്പിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ സ്കൂളിൽ നമ്മൾ നോർമലി പ്രാക്ടിക്കലിന്റെ സമയത്ത് പഠിപ്പിച്ചതാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നത്. ദെൻ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ബ്രീഫ്ലി ഡിസ്ക്രൈബ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോഡ്സ് ഇൻ CAS. ഏതൊക്കെ കോഡാണ് വരുന്നത്? സീക്വൻഷ്യൽ കോഡ് വരുന്നുണ്ട്, ബ്ലോക്ക് കോഡ് വരുന്നുണ്ട്, ഓക്കെ, അപ്പൊ മിനിമോയിൽ കോഡ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കോഡ് ഉണ്ട്. പിന്നെ വരുന്നത് അതിന് എക്സ്പ്ലെയിൻ കൂടിയിട്ട് ചെയ്താലേ ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. ലിസ്റ്റ് ഔട്ട് ദ വേരിയസ് ഡേറ്റ എൻട്രി ഓപ്ഷൻ അവൈലബിൾ LibreOffice Calc to input data into worksheet. അപ്പൊ സ്റ്റെപ്സ് ഇവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. നമുക്കൊരു ടേബിൾ ഫിൽ ചെയ്യാൻ, ഇതിപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് ഇയർ ആയിട്ട് വരാറുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ അല്ല, ഈ ഒരു ടൈപ്പ് എന്തെങ്കിലും ഒരു ടേബിൾ ഒക്കെ തന്നിട്ട് ഫിൽ ചെയ്യാനായിട്ടുള്ളത്. ഫസ്റ്റ് നോക്കുക, വേജസിന്റെ അവിടെ എന്താ വരുന്നത്? ബാങ്ക്. വേജസ് ആൻഡ് ബാങ്ക്. അവിടെ തന്നെ വരുന്ന ഫംഗ്ഷൻ കീ എന്ന് പറയുമ്പോൾ F5 ആണ്. ദെൻ ഫർണിച്ചർ പർച്ചേസ്ഡ് ഫ്രം ആണ് സി എന്ന് പറയുമ്പോഴത്തേക്കും. ദെൻ നെക്സ്റ്റ് വരുന്നത് ഡി എന്ന് പറയുമ്പോഴത്തേക്കും ജേണൽ ആണ്. പിന്നെ ബിനു ആൻഡ് സെയിൽസ് എന്നാണ്. പിന്നെ അടുത്ത വരുന്നത് സെയിൽസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു ഇതിലുണ്ടായിരുന്നത്. പിന്നെ ഇതിലോട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ടു ഷുഡ് ബി ക്രിയേറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദീസ് ടേബിൾസ്. സ്റ്റെപ്സ് ടു ക്രിയേറ്റ് റിലേഷൻഷിപ്പ് എമംഗ് ടേബിൾസ് ഇൻ LibreOffice Calc. ഇതൊക്കെ നമ്മൾ പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചതാണ്. ഇപ്പൊ ഒരു ഓവറോൾ നോക്കിയാലും നമുക്ക് പറയാം നല്ല ടഫ് തന്നെയായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ. പ്രോബ്ലംസ് മാത്രമായിരുന്നു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ കുഴപ്പിച്ചു. കാരണം 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒന്നും സാധാരണ ഇങ്ങനെ ഈ ഒരു ടൈപ്പ് വരാറില്ല. മീൻസ് ഇങ്ങനെ നല്ല 1 മാർക്ക് ക്വസ്റ്റ്യൻസ് വരാറ്. നോർമലി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. കഴിഞ്ഞ ഇയറിലും കുറച്ച് ടഫ് തന്നെയായിരുന്നു, പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇത്രയും ഇയറിനിടയിൽ ഏറ്റവും കൂടുതൽ ടഫ് ക്വസ്റ്റ്യൻസ് ഇപ്പൊ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ കുഴപ്പമില്ല, നമുക്ക് നോക്കാം, റിസൾട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങളിപ്പോ ഇത് ഓർത്തിട്ട് ബോധറിയാണ്ടിരിക്കാൻ നോക്കാം. മാക്സിമം ഇനിയിപ്പോ എക്സാം ഒക്കെ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ നമുക്ക് റിസൾട്ട് വരുമ്പോഴത്തേക്കും ഇനി ടെൻഷൻ അടിക്കാം. അതുവരെ എന്ത് ചെയ്യാം, മാക്സിമം എൻജോയ് ചെയ്യാം. എന്തെങ്കിലും എക്സാമിന്റെ റിസൾട്ട് സംബന്ധിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേറെ ഏതെങ്കിലുമൊക്കെ ആൻസർ കീ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.